ശ്രീ VR അനൂപ, ഇവിടെ ഇതാ ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റാണിത്. ആ പോസ്റ്റ് BJP നേതാവ് MT രമേശ് ചർച്ച നടത്തിയെന്ന ബീനയുടെ വെളിപ്പെടുത്തലിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടോട് കൂടിയാണ്. ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് OLX വഴിയാണോ വിറ്റത് അതോ നേരിട്ടുള്ള കച്ചവടം ആയിരുന്നോ എന്നതാണ്. അപ്പോൾ നേരത്തെ ഈ ട്രോൾ ആദ്യം ഇറക്കിയത് കോൺഗ്രസ്സുകാരാണ്, CPM-നെ ലക്ഷ്യം വെച്ചാണ്. പക്ഷേ OLX നമുക്കറിയാമല്ലോ, അത് പ്രൊഡക്റ്റ് വാങ്ങാനും വിൽക്കാനുമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ വിറ്റുപോകുന്നുവെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നാകുമോ എന്ന സംശയമാണ് ഇവിടെ ബിനീഷ് കോടിയേരി സൂചിപ്പിക്കുന്നത്. ബിനീഷ് കോടിയേരി എന്ത് പറഞ്ഞാലും അഡ്വക്കേറ്റ് ബീന അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അവർ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ കണ്ട് ചർച്ച നടത്തി. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് അവർ സംസാരിച്ചിട്ടുണ്ട്. അവർ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഊർജിതമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത്തരം ചർച്ചകളിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അല്ല, അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ചർച്ച നടത്തേണ്ടി വന്നു, അതാണ് അതിന്റെ പ്രസക്തി. അല്ലല്ലോ, അതിനകത്ത് നിലപാട് പറയേണ്ടതാരാ? അവരെന്ത്? അതെന്തുകൊണ്ടാണ് ശ്രീ VR അനൂപ്, താങ്കൾ സൂചിപ്പിച്ച ഈ വ്യക്തി കേവലം ഒരു നേതാവല്ലല്ലോ കോൺഗ്രസിന്റെ, അവർ DCCയുടെ ജനറൽ സെക്രട്ടറി അല്ലേ? അങ്ങനെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ഒരു നേതാവിന് ആ നിമിഷമല്ലേ തള്ളിക്കളയേണ്ടത്? അല്ലല്ല അനൂപ്, അതായത് താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, താങ്കളെ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് വന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. എപ്പോഴാണ് തിരുത്തേണ്ടത്? കൂടിക്കാഴ്ച നടത്തുന്ന നിമിഷമാണ് തിരുത്തേണ്ടത്. അങ്ങനെയല്ലല്ലോ സാഹചര്യം ഉണ്ടായത്. പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ച ശേഷമല്ലേ തിരുത്തിയത്? അല്ല, അവർ തന്നെ അതിൽ വിശദീകരിച്ചത് താങ്കൾ കേട്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ പറഞ്ഞത് എന്താ? അവർ പറഞ്ഞത് അവരുടെ അഡ്വക്കേറ്റ് ഓഫീസിൽ ഒരു ക്ലയന്റ് എന്ന നിലയ്ക്ക് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് MT രമേശ് വരുന്നു. ആ ക്ലയന്റ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം വന്നെന്ന് പറയുന്നു. അല്ലെങ്കിൽ നിഷേധിക്കേണ്ടത് MT രമേശ് അല്ലേ? അത് പറഞ്ഞതോടുകൂടി ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ഫോർ എവർ. അവിടെ വേറെ എന്താണ് പ്രശ്നമുള്ളത്? വളരെ കൃത്യമാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന. CPM-ന്റെ ബന്ധപ്പെട്ട ആളുകളും ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. കോൺഗ്രസിൽ ഒരു ഓലപ്പടക്കം പൊട്ടുന്ന ശബ്ദം പോലും പ്രതീക്ഷിക്കേണ്ടതില്ല. BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെ തള്ളിക്കളയാനാകുമോ ശ്രീ അനൂപ്? ഓലപ്പടക്കമാണോ? KPCC മുൻ അധ്യക്ഷനായ K സുധാകരനെ നിങ്ങൾക്ക് ഓലപ്പടക്കമായി കണക്കാക്കാൻ പറ്റും? അല്ല, K സുധാകരൻ ഇന്ന് നിങ്ങൾ സംഘടിതമായ പല ശ്രമങ്ങളും നടക്കുന്നു. K സുധാകരൻ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമല്ലേ? അതിന്റെ ടെക്സ്റ്റ് താങ്കൾക്ക് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താ? പ്രതിപക്ഷ നേതാവിനെ ഏകപക്ഷീയമായി കുറ്റം പറയേണ്ടതില്ല. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്കെടുക്കുന്ന ഒരു തീരുമാനമാണോ അത്? പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? അതൊരു കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. പ്രതിപക്ഷ നേതാവിനെ ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് മുൻ KPCC പ്രസിഡന്റ് കൂടിയായ K സുധാകരൻ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. K സുധാകരൻ എന്ന് പറഞ്ഞ് ഹെഡ്ലൈൻ കൊടുത്ത് ആഘോഷിക്കുന്നതിനെയല്ലേ വിമർശിക്കേണ്ടത്? K സുധാകരന്റെ പറഞ്ഞതിന്റെ പൂർണ്ണമായ ടെക്സ്റ്റ് പുറത്തു വന്നിട്ടില്ലേ? നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതല്ലേ? മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വാഭാവികമാണല്ലോ അങ്ങനെയൊക്കെയല്ലേ ടെസ്റ്റുകൾ പുറത്തു വരിക എന്നുള്ളത്. അതിനുശേഷമൊക്കെ അതിപ്പോൾ ഈ K സുധാകരനെ മാറ്റുന്നതും മാറ്റാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെല്ലാം പ്രതികരണങ്ങൾ വന്നു എന്ന് നമുക്കറിയാം. സുധാകരൻ തന്നെ സംസാരിച്ചത് എന്താണ് എന്നറിയാം. അവിടെയൊക്കെ പാലിക്കുന്ന മിതത്വം പോലെയല്ലല്ലോ ഈ പാർട്ടിക്കകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമൊക്കെ പൊതുജനങ്ങൾക്കുമൊക്കെ അറിയാൻ പറ്റില്ല ശ്രീ അനൂപ്. അല്ല, കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായ സാഹചര്യമൊക്കെ ഉണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടി ഇരുമ്പ് മറയുള്ള ഒരു പാർട്ടിയാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചില ന്യൂസുകളൊക്കെ കിട്ടാം. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ എന്താണ് സംഭവിച്ചത് വളരെ കൃത്യമാണ്. അൻവർ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, അൻവറിനോട് ഞാനത് തിരുത്താൻ പറയും. പിന്നെ ഈ തീരുമാനം പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല, കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞത് നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പ്രതിപക്ഷ നേതാവിന് ഒറ്റയ്ക്കെടുക്കാൻ തീരുമാനമെടുക്കാൻ പറ്റില്ല, K സുധാകരൻ എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ആ ഒരു മാധ്യമ പ്രവർത്തന ശൈലിയെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത്. നിങ്ങൾക്ക് വസ്തുതകൾ പറയാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ വസ്തുതകൾ വസ്തുതകളായിരിക്കണം. അതിന് പക്ഷേ ലീഗിനടക്കം ഈ വിഷയത്തിൽ PV അൻവർ വിഷയം കൈകാര്യം ചെയ്തതിലടക്കമുള്ള അതൃപ്തി ഉണ്ടല്ലോ. UDF-ൽ കൃത്യമായ അതൃപ്തി ഉണ്ടല്ലോ. ലീഗ് പറഞ്ഞിട്ടുണ്ടോ?
താങ്കൾ പറയുന്നു താങ്കൾക്ക് ഇഷ്ടമുള്ള വാക്ക് ലീഗിന്റെ നാവിൽ തിരികെയല്ല ലീഗ് പറഞ്ഞിട്ടുണ്ട് അതൃപ്തിയുണ്ടെന്ന്. ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി നിരന്തരമായ കമ്മ്യൂണിക്കേഷനില്ലേ, ഇപ്പോഴും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയില്ലേ. അപ്പൊ ഇതൊരു പ്രതീതി ഉണ്ടാക്കുകയാണ്, ഇതൊരു അജണ്ട സൃഷ്ടിക്കുകയാണ്. അതെങ്ങനെയാണ് ശ്രീ അനൂപ് ഇതൊരു അജണ്ട സൃഷ്ടിക്കലാകുന്നത്? ഇപ്പോൾ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിലമ്പൂരിലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് തീർച്ചയായും കോൺഗ്രസിന്റെ മികവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ അങ്ങനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ പോലും PV അൻവർ എന്ന ആ വിഷയത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഇപ്പോഴും പോകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ കളിക്കാരനാരെ എന്ന് തീരുമാനിച്ചു, പക്ഷേ കളവും ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ആ കളത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. PV അൻവർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് ഇങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്. ഇനി അദ്ദേഹം UDF മുന്നണിയുടെ ഭാഗമല്ലല്ലോ ഈ നിമിഷം വരെ. അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാൻ അദ്ദേഹം പറഞ്ഞോട്ടെ. കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് എന്താ? PV അൻവറിന് അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിക്കാം. അദ്ദേഹം ആ നിലപാട് രൂപീകരിക്കാനുള്ള പരിശ്രമത്തിലാണ്. 2 ദിവസമാണ് അദ്ദേഹത്തിന് സമയം ചോദിച്ചിട്ടുള്ളത്. ആ 2 ദിവസമെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിന് അത് അനുവദിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇതിനകത്ത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളില്ല, ഞങ്ങളുടെ മുന്നണിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളില്ല. പിന്നെ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ലാത്ത ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ ആൾ എന്തെങ്കിലും പറയുന്നതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ എന്താണ് എടുക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നണിയിലോ ഞങ്ങളുടെ പാർട്ടിയിലോ എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നമുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ തുടക്കം മുതൽ ഒരു മാധ്യമം പറഞ്ഞു ഇവിടെ VS ജോയ് അസ്വസ്ഥനാണ്, അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഇവിടെ ഇത്തരം ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ആദ്യം തന്നെ ആ പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം, പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ ഏറ്റവും സജീവമായി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുകൊണ്ട് സംഘടനാപരമായി നേതൃത്വം നൽകുന്ന DCC പ്രസിഡന്റ്, അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ തൊട്ട് ബഹുമാന്യനായ പാണക്കാട് തങ്ങൾ തൊട്ട് നിലമ്പൂരിലെ ഏറ്റവും പ്രാദേശിക ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ലീഗുകാർ വരെ അവിടെ സജീവമാണ്. ഇവിടെ അടിസ്ഥാനപരമായി നിങ്ങൾ ഇന്ന് സൃഷ്ടിച്ച കോൺഗ്രസിനകത്ത് പ്രതിസന്ധി ഉണ്ട് എന്ന് നിങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ എന്ത് ആവശ്യമാണുള്ളത് ശ്രീ അനൂപ്? ഇങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളത്, അതായത് കോൺഗ്രസിന്റെ ചർച്ചകൾ എവിടെയാണ് ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന വിഷയം എന്താണ്, ആ പ്രതിസന്ധി എന്താണ്, അത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് സ്വാഭാവികമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടെക്നിക്കലി അൻവർ UDFന്റെ ഭാഗമല്ലല്ലോ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവല്ലേ എന്നതൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. പക്ഷെ കോൺഗ്രസ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അതേ PV അൻവറിൽ തന്നെയാണ്, ആ വിഷയത്തിലാണ്. ആ വിഷയത്തിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ തീരുമാനം, അല്ലെങ്കിൽ PV അൻവർ വേണ്ട അല്ലെങ്കിൽ വേണം, എങ്ങനെ ഉൾക്കൊള്ളും, ഇതിലൊന്നും ഒരു കൃത്യമായ മറുപടി കോൺഗ്രസിന് ഇപ്പോഴും നൽകാൻ സാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന് ഏത് വിഷയത്തിലാണ് മറുപടി ഇല്ലാത്തത്? കോൺഗ്രസ് വളരെ കൃത്യമായി ഓരോ വിഷയത്തിലും പ്രതികരിക്കുകയല്ലേ. പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു, ഇന്ന് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് ഒന്നും പറയാനില്ലാന്ന്. ഇവിടെ നിങ്ങൾ പറയുന്നു അൻവർ എന്ന വിഷയത്തിൽ നിന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അൻവറിനെ അങ്ങനെ ഒരു വിഷയമാക്കി നിർത്തേണ്ടത് ആരുടെ ആവശ്യ? ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ഉയർത്തുന്ന നിരവധിയായ ആവശ്യങ്ങളുണ്ട്. അത് അൻവർ എന്ന വ്യക്തിയല്ല വിഷയം. അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ട്. കേരളത്തിലെ CPMന്റെ ഭരണം, കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിംഗ് സംഘപരിവാർവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഉന്നതരായ ശരി, പക്ഷേ അൻവർ കോൺഗ്രസിനെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് നിരവധിയാണ്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു എന്ന് പറയുന്നത് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ ശ്രീ അനൂപ്? അല്ല, ഇവിടെ അൻവർ ഉന്നയിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ 8 വർഷമായി 9 വർഷമായി ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങളുണ്ട്. അത് അൻവർ ഉന്നയിച്ച വിഷയം എന്നതിനേക്കാൾ കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ഒരു ഘട്ടത്തിൽ അൻവർ കൂടി ആവർത്തിച്ചു എന്നേ ഉള്ളൂ. ആ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ വ്യക്തിപരമായി അൻവറിന്റെ നിലപാട് എന്തെന്നുള്ളതല്ല, അദ്ദേഹം ഇലക്ഷൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാടല്ല. അദ്ദേഹം ഇലക്ഷന് മുൻപ് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ആവർത്തിച്ച കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടൊരു ഭരണകക്ഷി MLAക്ക് രാജിവെക്കേണ്ടി വന്നു എന്നുള്ള സാഹചര്യമുണ്ട്. പിന്നെ അദ്ദേഹം UDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് എന്ത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കാം. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ
വി.ഡി. സതീശൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞില്ല അൻവറിന്റെ നിലപാട് അദ്ദേഹം സ്വീകരിക്കട്ടെ എന്ന്. അദ്ദേഹത്തിന് സ്വീകരിക്കേണ്ട സാവകാശം നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾ അദ്ദേഹത്തെ 2 ദിവസത്തെ സാവകാശവും സമയവും ചോദിച്ച ഒരാളുടെ മനോഗതങ്ങൾ ഇതൊക്കെയാണ് എന്ന് മണിക്കൂറിന് വാർത്ത പടച്ചു വിടുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അല്ല, വാർത്ത പടച്ചുപിടിക്കുകയല്ല ചെയ്യുക അനൂപ്. ഈ മണിക്കൂറുകൾക്കനുസരിച്ച് പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. സ്വാഭാവികമാണ്, ഒരു തെരഞ്ഞെടുപ്പല്ലേ. ഞാൻ താങ്കളിലേക്ക് വരാം.